ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കുറേയധികം കാര്യങ്ങളുള്ള റെസിപ്പീസും ഷോപ്പിങ്ങും ഒക്കെയായി കുറേയധികം വിശേഷങ്ങളുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. ഇപ്പോൾ രാവിലെ ഒരു സുബഹി ബാങ്ക് കൊടുത്തു കേട്ടോ. 4 മണി എന്നുള്ളത് 4:15 4:30 അങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും തണുപ്പാണ്. എണീക്കുക എന്നുള്ളത് ഭയങ്കര സാഹസമാണ്. എന്നാലും ഒരു 4:30 കൂടിയിട്ടൊക്കെ കണ്ട് എണീക്കും കേട്ടോ. പിന്നെ ഇതൊരു സ്ഥിരം പതിവാണ് കേട്ടോ. ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ വാതിൽ തുറന്നിട്ടിട്ട് പുറത്തിരിക്കണം. പിന്നെ സുബഹി ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് കയറുള്ളൂ. ഇനിയിപ്പോൾ നമസ്കാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് സമയം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. കാണുന്ന പോലെയല്ല കേട്ടോ, നല്ല തണുപ്പാണ്. വീഡിയോ എടുക്കാൻ സുഖമേ ഉള്ളൂ, പക്ഷേ നല്ല തണുപ്പ് കേട്ടോ. മഞ്ഞ് കുറച്ച് കുറവുണ്ട്, പക്ഷേ എന്താ പറയുക, അത്രയും തണുപ്പുണ്ട് കേട്ടോ. അതിനുശേഷം കുറേ അവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് അതിനുശേഷം കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ആക്കാൻ നോക്കണം. ഞാൻ പറഞ്ഞല്ലോ കുറേ അധികം കാര്യങ്ങളുള്ളൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഒരുപാട് തിരക്കുള്ള ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് ആക്കട്ടെ. ഇപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, വേറെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും രാവിലെ എനിക്കിപ്പോൾ ഇഷ്ടം, കാരണം തണുപ്പായതുകൊണ്ട് എനിക്കിഷ്ടം ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അകത്ത് നിന്നിട്ട് ഇങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വലിയ പ്രശ്നമില്ലല്ലോ. അപ്പോൾ ആ വലിയൊരു തണുപ്പങ്ങ് പോയതിന് ശേഷമാണ് ആ ഒരു കുത്തുന്ന തണുപ്പുണ്ടല്ലോ, അത് പോയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നൊരു കിടിലൻ റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ, ഒരു 1/2 കിലോ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ സവാള, ഒരു 1/4 ഇഞ്ച് നീളത്തിലുള്ളൊരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചത് അത്രയും ചേർത്ത് കൊടുത്തു. ഇനി എരിവിനായിട്ട് പച്ചമുളക് ഒരെണ്ണം 1-2 നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവൊക്കെ നിങ്ങളെ ഇഷ്ടമാണ്. 2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് എത്രയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. പിന്നെ ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്തു. പിന്നെ ചിക്കനിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതില്ലേ, ഒരു എന്താ പറയുക, നമ്മുടെ പിടിയും കോഴിക്കറിയും ഇല്ലേ, അതിൻ്റെ ഒരു ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു വേറെ വേർഷനാണ് കേട്ടോ. നല്ല റിച്ച് ടേസ്റ്റ് ആയിട്ടുള്ളൊരു അടിപൊളി സംഭവമാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടാണ്. അപ്പോൾ നന്നായിട്ട് ഞാൻ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് തിരുമ്മിയെടുത്തു. അതിനുശേഷം ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇനി ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. വെന്തുടഞ്ഞു പോകണ്ട കേട്ടോ, കാരണം നമുക്ക് പിടിയിലിട്ടും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹൈ ഫ്ലെയിമിൽ 3 വിസിലടുപ്പിച്ച് കൊടുക്കും കേട്ടോ. 2-3 മതിയാവും. അപ്പോൾ അത് റെഡി ആവട്ടെ. പിന്നെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 1/4 കപ്പ് തേങ്ങ. അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പത്തിരിപ്പൊടി വാട്ടിയെടുക്കാം. അതിനായിട്ട് കുറച്ചധികം വെള്ളം വെച്ചിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു കേട്ടോ. അതാണ് ഇവിടെ ആവി പറന്നുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ബാക്കിയുള്ള വെള്ളത്തിലേക്ക് പൊടിക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, കുറച്ച് 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തില്ലേ, തേങ്ങയും ജീരകവും കൂടെ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി, നമ്മൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് പത്തിരിപ്പൊടി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കപ്പ് അളവ് പൊടി എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ അത്രയും മതിയല്ലോ. തന്നെ അത്യാവശ്യം ഉണ്ടാകും, നമുക്ക് രാവിലത്തേക്കും രാത്രിയിലേക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. അപ്പം അതൊന്ന് വാട്ടിയെടുത്തു. നമ്മൾ പത്തിരിക്ക് വാട്ടിയെടുക്കൂലേ, അതിനേക്കാൾ കുറച്ചുകൂടെ ഒന്ന് വെള്ളം കൂട്ടിയിട്ട് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നാലാണ് ആ ഒരു പിടി നല്ല സോഫ്റ്റ് ഉണ്ടാവുക, നല്ല ടേസ്റ്റ് ഉണ്ടാകുക കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്, വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് റെഡിയാക്കിയിട്ട് വരാം. അപ്പോൾ മാവൊക്കെ കൗണ്ടർ ടോപ്പിലിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ കയ്യിൽ എന്തെങ്കിലും ഒരു വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒരു എണ്ണമയം ആക്കിയിട്ട് ഇതുപോലെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ബോൾസ് ആക്കിയിട്ട് ഇടുക കേട്ടോ. ചെറിയ ബോൾസ് ആക്കിയിട്ട് പെട്ടെന്ന് കഴിയും കേട്ടോ. ഭയങ്കര ചെറുതൊന്നല്ല, നമ്മളൊരു മറ്റേ കോട്ടിയില്ലേ കളിക്കാൻ ഉപയോഗിക്കുന്ന അതിൻ്റെയൊക്കെ വലുപ്പം കേട്ടോ. അപ്പോൾ ആ ഒരു വലുപ്പത്തിൽ ഇങ്ങനെ ഉരുട്ടിയിടുക. ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നതെന്ന് മാത്രം. അപ്പോൾ ഇനി ബാക്കിയുള്ള മാവൊക്കെ ഒന്ന് ഞാൻ ചെയ്തെടുക്കാം കേട്ടോ. ഇത് നമുക്ക് കുഞ്ഞിപ്പത്തിൻ്റെ അത്ര റിസ്ക് ഒന്നുമില്ല കേട്ടോ. അത്രയും നൈസും അല്ല, അത്രയും ചെറുതും അല്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തീരും. 2 ആളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീരും. അപ്പോൾ ഞാനെല്ലാം ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു
അരമുറി തേങ്ങ അല്ലെങ്കിൽ ഒരു മുറി തേങ്ങ അതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കുക. ഞാനിപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ ചെറുകിയതിൻ്റെ പാലെടുത്തിട്ടുണ്ട്. ആ ഒരു പാല് പാനിലേക്ക് ഒഴിച്ച് കൊടുത്തു. അതൊന്ന് ചൂടായി വരട്ടെ. അതിനുശേഷം നമ്മൾ ഉരുട്ടി വെച്ചില്ലേ ആ പിടി അത് അതിലേക്ക് ഇട്ടിട്ട് ചൂടാവാണ്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. തേങ്ങാപ്പാലിലേക്ക് അങ്ങനെ ഇട്ട് കൊടുക്കരുത്. തേങ്ങാപ്പാൽ തിളക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ചൂടായി വരുന്ന തേങ്ങാപ്പാലിലേക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പൊന്നും നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കണ്ട. പിടി ചേർത്ത് കൊടുത്തിട്ട് ഇളക്കൊന്നും ചെയ്യാതെ ഒരുവിധം പകുതി കുക്കാകുന്ന സമയത്ത്, ഇപ്പോൾ അതായത് പകുതി കുക്കായിട്ടുണ്ട്, ആ ഒരു സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ചേർത്ത് ഉടനെ ഒന്നും ഇളക്കിക്കൊണ്ടേ ഇരിക്കരുത്. ഇനി ഇതൊരു പകുതി കുക്കായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ ആ ഒരു ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. ഞാനത് ഗ്രേവിയോട് കൂടിയിട്ട് ഇതിലേക്ക് നമ്മൾ പിടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഫുള്ള് എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി പകുതി വേവ് ഈ ചിക്കനിൽ കിടന്നിട്ട് ആവണം. ആ ഒരു തേങ്ങാപ്പാലും ചിക്കൻ്റെ ആ ഒരു ഗ്രേവിയും എല്ലാം കൂടെ കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ അപ്പോൾ പാകത്തിന് ഇങ്ങനെ കുറച്ചൊന്ന് വറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ അത് കുക്കാവുകയും ചെയ്യും. ആ ചിക്കൻ്റെ ഒക്കെ ഫ്ലേവർ ഉണ്ടല്ലോ അത് നന്നായിട്ട് അതിലേക്ക് പിടിക്കുകയും ചെയ്യും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഒന്നുകൂടെ ഒന്ന് കുക്കായിട്ട് വരട്ടെ. അപ്പോൾ പിടിയൊക്കെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഒരു 10 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കുക. ഇതൊരു തിക്നെസ്സിന് വേണ്ടിയിട്ടാണ്. നല്ലൊരു റിച്ച് ടേസ്റ്റും കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ അരമുറി തേങ്ങേൻ്റെ നല്ല പാല് 1-ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ തിളപ്പിക്കരുത്. ഇനി ഒന്ന് ചൂടായി വന്നാൽ മതി. നിങ്ങൾ കാഷ്യൂനട്ട് ഇല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ അരിപ്പൊടിയില്ലേ പത്തിരിപ്പൊടി തന്നെ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ഒന്നുകൂടി ടേസ്റ്റ് കൂടുന്നുണ്ട് കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നിങ്ങൾ തിളപ്പിച്ചെടുക്കരുത്. അരിപ്പൊടിയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഒരു 2 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ. കാഷ്യൂനട്ടാണ് കുഴപ്പമൊന്നുമില്ല. ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ. ആ തിക്നെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ആക്കിയെടുത്താൽ മതി. പിന്നെ അതിന് ശേഷം കുറച്ച് നെയ്യിൽ കാഷ്യൂനട്ടും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് ഞാനിപ്പോൾ പച്ചമുളക് ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് അത് നിങ്ങളിഷ്ടം കേട്ടോ. അതിനനുസരിച്ച് പച്ചമുളക് കയറിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. നല്ല ടേസ്റ്റാട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഒരു ക്രിസ്മസ് സ്പെഷ്യൽ വിഭവം കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. ഒരു പാർട്ടിയിലൊക്കെ ഉണ്ടാക്കിയാൽ നല്ല സ്റ്റാറാവാൻ പറ്റുന്ന ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ ഒരു രീതിയിൽ എല്ലാവരും പിടിയും കോഴിക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ടാവും, മസാലയൊക്കെ ഇട്ടുള്ള കോഴിക്കറിയൊക്കെ. അപ്പം ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് കമൻറ്റിലൂടെ നിങ്ങൾ പറയും കേട്ടോ. ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അതും പറയും. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻ്റായിട്ട് അറിയിക്കാൻ എന്തായാലും മറന്നു പോകരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടോ ഇഷ്ടമാണോ ഇങ്ങനത്തെ വിഭവം എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കലുണ്ട്. അപ്പം ഇത് നല്ല ഈസിയാണ് കേട്ടോ. ഉണ്ടാക്കാനായിട്ടും നല്ല ഈസിയല്ലേ. നമ്മൾ തലേ ദിവസം ഇപ്പോൾ ഇന്ന് പാർട്ടി ഉണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം ഒന്ന് ഇത് ഉരുട്ടിയിട്ടൊക്കെ വെക്കുകയാണെങ്കിലില്ലേ നല്ല ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാനും വേണ്ടിയിട്ട് പറ്റൂലേ. ഇത് നന്നായിട്ട് തണുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് നിങ്ങളാക്കിയിട്ടോ. ഞാനിപ്പോൾ ചൂടോടെ തന്നെ വിളമ്പി എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട് ഞാൻ പറയാം. അതുകൊണ്ടാണ് കേട്ടോ ഞാനും റഫീക്കയും വേഗം കഴിക്കുന്നത്. വാവപ്പം കഴിക്കുന്നില്ല കേട്ടോ. തണുത്തിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. അപ്പോൾ അതിന് ശേഷം അപ്പോൾ ഇതാ ഞാനും റഫീക്കും ഇറങ്ങിയിട്ടുണ്ട്. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ റമൽത്താൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. അതായത് കല്യാണ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ മാത്രമല്ല ഞാൻ മാത്രമേ ഉള്ളൂ, റഫീക്കില്ല. അപ്പോൾ ഏട്ടൻ്റെ വണ്ടിയാണ് കേട്ടോ. അത് റഫീഖാൻ്റെ ഏട്ടൻ്റെ വണ്ടി. ഏട്ടനും വൈഫും മോളും റഫീഖാൻ്റെ മൂത്ത പെങ്ങളും വണ്ടിയിലുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി നമ്മളെല്ലാവരും കൂടിയാണ് പോകുന്നത്. റഫീഖൊക്കെ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നായ്ക്കെട്ടിയിലെത്തിയിട്ടുണ്ട്. റമൽത്താൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാ വന്ന പാടെ ഇക്കാക്ക പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മുറ്റമൊക്കെ ക്ലീൻ ചെയ്യൽ അങ്ങനത്തെ ഒക്കെ ഓരോരോ പണികൾ ഉണ്ടാവുമല്ലോ കല്യാണം വീടാകുമ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പണികൾ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് അടുക്കളയിൽ നിന്നു. പെയിൻറ്റിങ് അത് അവിടെ നടക്കുന്നുണ്ട് കേട്ടോ. പെയിൻറ്റിങ് ലാസ്റ്റ് ഘട്ടമാണ്. ഇന്ന് ലാസ്റ്റത്തെ ദിവസമാണ്. പിന്നെ മുറ്റം ജസ്റ്റ് ക്ലീൻ ആക്കുക അങ്ങനത്തെ ഒക്കെ പണി കുറേയൊക്കെ ക്ലീൻ ആയിട്ടുണ്ട്. പുറകുവശം കുറച്ച് ഭാഗം ക്ലീൻ ആക്കാനുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചായ കുടിച്ച് വന്നത്, എന്നാലും ഇവിടുന്ന് തണുപ്പുണ്ട്. ഇവിടെ നിന്നും ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ എല്ലാവരും ഓരോരോ പണിക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും ഏട്ടൻ്റെ ഭാര്യയും മോളും ഞങ്ങളെല്ലാവരും കൂടെ കിച്ചണിൽ ഉച്ചക്കത്തേക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ റഫീഖാൻ്റെ മൂത്ത പെങ്ങളും ഉമ്മും ഇക്കാക്കയും റമലത്തെയും കൂടെ മുറ്റം ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിന്ന് ഉച്ചക്കത്തേക്ക് ലഞ്ച് നെയ്ച്ചോറും ബീഫ് കറിയും കാബേജ് ഉപ്പേരി ഇതൊക്കെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരും ഓരോരോ പണി അങ്ങനെ ചെയ്യുന്നുണ്ട്. ശരിക്കും പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ആ ഒരു കല്യാണ വീടിൻ്റെ ആ ഒരു ശരിക്കും ആ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. കല്യാണ വൈബായിട്ടുണ്ട് ശരിക്കും വീട്ടിലേക്ക് വന്നപ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ നമ്മളെ ബീഫ് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള അതിലേക്ക് ഉള്ളി, തക്കാളി അങ്ങനത്തതൊക്കെ റെഡിയാക്കുകയാണേ. പുറത്ത് നല്ല തകൃതിയായിട്ടുള്ള ക്ലീനിങ് പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഇത് നമ്മൾ കല്യാണത്തിലേക്കുള്ളതല്ല, അതിൻ്റെ മുമ്പേ നമ്മൾ എന്താ പറയുക, ആ ഒരാഴ്ചയിലൊക്കെ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എല്ലാവർക്കും ചോറിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അച്ചാർ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്കായിട്ട് കുറച്ച് മാങ്ങ ഉപ്പിട്ട് വെച്ചത്, മാങ്ങയുള്ള സമയത്ത് മാങ്ങ ഉപ്പിട്ട് വെക്കുമല്ലോ, അത് മാങ്ങ ഇഞ്ചിയില്ലേ അത്, പിന്നെ കാന്താരി ഉപ്പിട്ടത്, പിന്നെ നമ്മളെ ഇരുമ്പം പുളിയില്ലേ അതൊക്കെ ഉപ്പിലിട്ട് വെച്ചത് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് മിക്സഡ് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. ഒന്നുമില്ല, വെളിച്ചെണ്ണ തന്നെ കേട്ടോ എടുത്ത. വെളിച്ചെണ്ണയിലേക്ക് കടുക് ഉലുവ പൊട്ടിച്ചു, അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുത്തു, മാങ്ങ ഇഞ്ചിയില്ലേ അതിട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തു. അത്ര തന്നെ കേട്ടോ. ഒരു പിഞ്ചും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അതൊന്ന് എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുത്തു. അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞ, അതെല്ലാം കൂടെ ഇട്ട് കൊടുത്തു. കുറച്ച് വിനാഗിരിയും ബാക്കി തിളപ്പിച്ചാറിയ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ ചെയ്തത്. ഇൻസ്റ്റൻറ്റ് അച്ചാറില്ല, നമ്മൾ പെട്ടെന്ന് എടുക്കാനുള്ള അച്ചാറാണല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ കുറേ വിനാഗിരി ഒഴിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് അപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടും പറ്റും, കാരണം ഉപ്പൊക്കെ പിടിച്ച് നല്ല റെഡി ആയിട്ടുള്ളതാണ് എല്ലാ ഐറ്റവും. അപ്പോൾ അങ്ങനെ നമ്മളെ നെയ്ച്ചോറുണ്ടാക്കലും ബീഫ് കറിയും എല്ലാം റെഡി ആയതിനു ശേഷം ഇപ്പോൾ ഇവരെ പണിയും കാര്യങ്ങളും മുറ്റമൊക്കെ നല്ല ക്ലീനായി എല്ലാം പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ വൈകുന്നേരം തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇത് ഞാൻ കുറച്ച് കല്യാണത്തിനുള്ള ഷോപ്പിംഗ് കുറച്ച് അവിടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യുകയാണ്. ഇതുപോലെ സമയം കിട്ടുന്ന നേരത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെരുപ്പ് വാങ്ങാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒലിയൂസിൽ, നമ്മൾ കൽപ്പറ്റയുള്ള ഒലിയൂസല്ലേ അവിടെ വന്നതാണ് കേട്ടോ. ഇവിടെ ഞാൻ വരുമ്പോൾ കാസിക്ക പറയും, കുറേ പേര് വരലുണ്ട്, നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് വീഡിയോ കണ്ടിട്ട് വരാറുണ്ട്, എന്നിട്ട് ചെരുപ്പൊക്കെ എടുത്തിട്ട് പോവാറുണ്ട്, എന്നെ അന്വേഷിക്കാറുണ്ട് എന്നൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഞാൻ സിന്ദൂർ പോയാലും സിന്ദൂറിലും അവർ സെയിൽസ് ഗേൾസും അതുപോലെ തന്നെ അവിടുത്തെ നമ്മളറിയുന്ന ആളുകളൊക്കെ പറയലുണ്ട് കേട്ടോ. ജംഷനെ ചോദിക്കലുണ്ട് എന്ന് പറയലുണ്ട്. കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ഇവിടെ നിന്നൊക്കെ ആളുകൾ വരലുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എൻ്റെ ഞാൻ കയറുന്നത് കണ്ടിട്ട്, ഞാൻ വീഡിയോ എടുത്തത് കണ്ടിട്ട് നിങ്ങൾ കയറി വാങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും സന്തോഷം. നിങ്ങൾക്കും നല്ല ചുരിദാറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് എന്ന് അറിയുന്നതിലും സന്തോഷം. അപ്പോൾ ഇതാ ഞാൻ ഓരോ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ നോക്കലാണ്. അപ്പോൾ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല പുതിയ കളക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കുറേ എണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇപ്രാവശ്യം. കുറേ എണ്ണം ഉണ്ടെങ്കിലും പ്രശ്നമാണ് കേട്ടോ, കൺഫ്യൂഷൻ ആയിരിക്കും ഏത് വേണമെന്നുള്ള കൺഫ്യൂഷൻ. അപ്പം ഞാനും ഏട്ടത്തിയും മക്കളും ആട്ടോ ഇറങ്ങിയിട്ടുള്ളത്. എനിക്ക് ഷോപ്പിങ്ങിന് വരുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, ആരെങ്കിലും കൂടെ ഉള്ളതാണ് കേട്ടോ ഇഷ്ടം. ഒന്നുകിൽ റഫീഖ വേണം, ഇല്ലെങ്കിൽ ഇവരാരെങ്കിലുമൊക്കെ വേണം കേട്ടോ. റഫീഖയൊക്കെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് എന്തായാലും റഫീഖനെ കിട്ടൂല. അപ്പം ഏട്ടത്തിയും മോളും മുഹമ്മദും അളിയനൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ അളിയനുള്ളത് കൊണ്ട് ഞാൻ പറയുമ്പോഴത്തേക്ക് ഓരെന്തായാലും വരും. പിന്നെ ഓരെന്തായാലും ടൗണിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തായാലും വീട്ടിലേക്ക് വരും. അപ്പോൾ പിന്നെ ആ ഒരു സമയത്തൊക്കെയാണ് കേട്ടോ ഞാൻ എൻ്റെ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങാൻ, യാത്രയിലും ഒക്കെ അപ്പം അങ്ങനെ ഇറങ്ങാൻ വേണ്ടിയിട്ട് പറ്റും.
എന്താ നോക്കിക്കോ, ഇതെന്താ ചീസ് കേക്ക്? ഇതെന്താ വാഞ്ചോ ആണോ? അപ്പം അതല്ലേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യും, ഇതേതാ? ഏത് പീസ? രണ്ടെണ്ണം എടുക്കണ്ടേ? ഇതിൻ്റെ ഇടയിൽ മുഹമ്മദ് അഹ്വ എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അത് മിഠായി, കേക്ക്, ഇങ്ങനത്തെ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട അപ്പം ഇവനക്ക് കൊടുത്താൽ അപ്പം ഇവന് അഹ്വാന്നും കൂടെ അഹ്വാന്ന് പറയുന്നത് അവനെയാണ് കേട്ടോ. അഹ്വാന്നും കൂടെ പറയും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഓർക്കും വേണം എന്നാട്ടോ ഇവന് പറയുന്നത്. പക്ഷെ ഓർക്കൊന്നല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഇവനക്ക് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ അന്നത്തെ ദിവസം അത്രയും കാര്യങ്ങളൊക്കെ കേട്ടോ നടന്നത്. പിന്നെ ഇത് ഞാൻ പിറ്റത്തെ ദിവസം എടുത്ത വീഡിയോ ആണേ. അപ്പോൾ അന്ന് നമ്മളെ വീട്ടിൽ തെങ്ങ് നന്നാക്കാൻ ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരിതാ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഴയൊക്കെ കഴിഞ്ഞിട്ട് നന്നാക്കണമെന്ന് കുറേ ദിവസമായിട്ട് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ആളുണ്ടാകുമ്പോൾ നമ്മളുണ്ടാവില്ല, നമ്മളുണ്ടാകുമ്പോൾ ആളെ കിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ. ഇപ്പം എന്തായാലും ക്ലീൻ ആക്കുന്നുണ്ട്. ഇത് രാവിലത്തെ ചെടി നനക്കലും ഒക്കെയാണ് കേട്ടോ. ഇപ്പോൾ ചെടി എന്നും അങ്ങനെ നനക്കേണ്ട കാര്യമില്ല. കാര്യം തണുപ്പായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഡ്രൈ ആകുന്ന ആ ഒരു പ്രശ്നമില്ല. എന്നാലും ആന്തൂറിയം നനക്കണം. കാരണം വെയിലായി കഴിഞ്ഞാൽ നല്ല വെയിലും ഉണ്ടല്ലോ. ഈ ഒരു ഏരിയയിലുള്ളൊന്നും കുഴപ്പമില്ല. പക്ഷെ ആന്തൂറിയത്തിന് എന്നും ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വല്ലാണ്ട് ഒഴിക്കേണ്ട കാര്യമില്ലല്ലോ. ആ ചകിരിക്കൊന്ന് നനഞ്ഞ് കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഡെയിലി ഇങ്ങനെ ഒന്ന് ഓസ് പിടിച്ച് കൊടുക്കുമ്പോൾ നല്ലതാണ് കേട്ടോ. അതിങ്ങനെ ആ ഒരു പച്ചപ്പ്, നല്ല ഫ്ലവറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിലനിൽക്കാൻ അത് നല്ലതാണ്. കുറേ പേര് ഞാൻ ഇങ്ങനെ ബക്കറ്റിൽ വെള്ളം എടുത്ത് നനയ്ക്കുമ്പോൾ ചോദിക്കലുണ്ട്, എന്താ ജംഷി ഓസിൽ നനച്ചൂടെയെന്ന്. അത് ആഗ്രഹമില്ലായിട്ടല്ല കേട്ടോ. നമ്മൾ ഓസ് ഇപ്പോൾ കാണുന്നുണ്ടാവും, ഒരു വൈറ്റ് ഓസല്ലേ ഞാൻ നനക്കാൻ എടുക്കല്. അതിങ്ങനെ 1/2 ഇഞ്ചിൻ്റെ ചെറുതാണ് കേട്ടോ. ഇതിപ്പോൾ 1 ഇഞ്ചിൻ്റെ കുറച്ച് വലുതാണ്. അപ്പോൾ പെട്ടെന്ന് നല്ല ഫോഴ്സിൽ വെള്ളം വരും, പെട്ടെന്ന് നനച്ച് തീരും കേട്ടോ. പണ്ടാവുമ്പോൾ ഞാൻ ആദ്യം നനക്കുന്ന സമയത്ത് ആ ചെറുത് ഞാനിങ്ങനെ പിടിച്ച് നനക്കുമ്പോൾ കുറേ സമയം. അപ്പം ഞാൻ എന്ത് ചെയ്യും, അത് മാറ്റിയിട്ട് ബക്കറ്റിൽ വെള്ളം എടുത്ത് വേഗം നനച്ച് എൻ്റെ പണി തീർത്തിട്ട് പോവുകയാട്ടോ ചെയ്യുക. ഇതിപ്പോൾ നല്ല ഈസി ആയിട്ടോ. എന്തായാലും ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വലിയ ഓസ് ഉപയോഗിക്കണം കേട്ടോ. എന്നാൽ നമ്മുടെ പണി പെട്ടെന്ന് കഴിയും, കുറേ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെടിയൊക്കെ നനച്ച് അന്നത്തെ ദിവസത്തെ കുറച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിനിടയിൽ ഇന്നിപ്പോൾ നമുക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കല്യാണത്തിന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പണികളുടെ ഇടയിൽ എൻ്റെ അയൺ ചെയ്യലും കാര്യങ്ങളൊക്കെ അങ്ങ് തീർത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ മുന്നത്തെ നിശ്ചയം അവരൊക്കെ ഉണ്ട്, നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത്. നമ്മളെ അടുത്തന്നെയുള്ളൊരു കല്യാണം കേട്ടോ. നമ്മുടെ മദ്രസ ഹാളിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ അവർ വിളിക്കുമ്പോൾ പെട്ടെന്ന് പോകാലോ എന്ന് വിചാരിച്ചിട്ട്. ഇതിപ്പോൾ അല്ലേ ഷാനു, നമ്മൾ മുന്നത്തെ ഷാനു ആണ് കേട്ടോ. അപ്പോൾ ഷാനുവിനെ വിളിച്ചിട്ട് ഞാൻ ജസ്റ്റ് വീഡിയോ എടുപ്പിച്ചതാണേ. നിങ്ങൾ ഡൗട്ട് ചോദിക്കലില്ലേ, ജംഷി പോകുമ്പോൾ ആരാ വീഡിയോ എടുത്ത് തരിക, അതുപോലെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആരാ എടുത്ത് തരിക എന്നൊക്കെ ചോദിക്കലില്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എടുക്കൽ. ഇപ്പോൾ ഷാനുവിനെ വിളിച്ചു, ഷാനു ഇതാ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം അങ്ങനെ എടുപ്പിച്ചു. അല്ലെങ്കിൽ ഞാൻ സ്റ്റാൻഡ് വെക്കും, സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ ഫോൺ വെച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് വന്നിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് ഫോൺ എടുക്കും. അങ്ങനെ റഫീക്ക് ഉണ്ടെങ്കിൽ റഫീക്ക് എടുക്കും. ഇപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നത്. ഞാൻ എപ്പോഴും പറഞ്ഞു തരണം എന്ന് വിചാരിക്കുക, പക്ഷേ വിട്ടുപോകും. അപ്പോൾ ഇനി ഇതാ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് കല്യാണത്തിന് പോവുക. നമ്മളിവിടെ അമ്പലേരി തന്നെയുള്ള ഒരാളുടെ മോൻ്റെ കല്യാണമാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ മദ്രസ ഹാളിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ ഇതാ നല്ല അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ വേഗം വന്നതും ബിരിയാണിയിലേക്ക് വീണിട്ടുണ്ട്. അങ്ങനെ ബിരിയാണിയെല്ലാം കഴിക്കട്ടെ. ഇത് അറിയില്ലേ, എൻ്റെ മൂത്ത ആങ്ങളെയാണ് കേട്ടോ. ആങ്ങളേൻ്റെ ഭാര്യേൻ്റെ അവരുടെ കുടുംബമാണ് കേട്ടോ കല്യാണമുള്ള അവർ. അപ്പോൾ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഇതാ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു കൂട്ടാ. അങ്ങനെ അയൽവാസികളെല്ലാവരും ഉണ്ട്. ഇപ്പം ഇങ്ങനെ കാണുമ്പോഴല്ലേ വർത്താനും കാര്യങ്ങളും കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. എപ്പോഴും നമ്മളിങ്ങനെ എല്ലാവരെയും കാണൂലല്ലോ.
അപ്പം അങ്ങനെ അന്നത്തെ ദിവസം ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി വാവക്കുള്ള പർദ്ദയാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ പർദ്ദ കാര്യങ്ങളൊക്കെ നോക്കലാണ്. അപ്പോൾ 2 പർദ്ദ വേണം. അപ്പോൾ ഞാനിത് ഇത് എസ് ഭാരത് നിന്നാണ് കേട്ടോ എടുക്കുന്നത്. പർദ്ദയും അതുപോലെ തന്നെ അതിൻ്റെ ഹിജാബില്ലേ, മഫ്തയില്ലേ, അതും വേണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയെടുക്കുകയാണ്. നല്ല ക്ലോത്ത് നോക്കിയിട്ട് എടുക്കണ്ടേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല സിമ്പിളായിട്ട് അങ്ങനെ കിടുന്നവർക്ക് ഇത് നല്ലതാണേ. അപ്പം ഞാൻ ഇപ്പോൾ ഇടയ്ക്കൊന്ന് പർദ്ദ ഇട്ടിട്ട് നോക്കലുണ്ട് കേട്ടോ. കാര്യം എനിക്ക് പർദ്ദ ഇഷ്ടമാണ്. ആരെങ്കിലും ഇട്ടിട്ട് കാണും. ഇപ്പോൾ എൻ്റെ അടുത്തേയും മോളൊക്കെ ഇടും. പക്ഷെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അവരൊക്കെ ഇട്ടിട്ട് കാണാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാനിടുമ്പോൾ എനിക്ക് എന്തോ ഒരു ഫീൽ വരലുണ്ട് കേട്ടോ. എനിക്കൊരു അങ്ങനെയല്ല, ഇപ്പോൾ ചുരിദാർ ഇടുന്നവർ സാരി എടുത്താൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, സാരി ഇടുന്നവർ ചുരിദാർ ഇടുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ, ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വരലുണ്ട് കേട്ടോ. ഞാനത് ശീലമാക്കാൻ വേണ്ടി നോക്കും, പക്ഷെ അങ്ങോട്ട് റെഡിയാക്കി കിട്ടുന്നില്ല. പക്ഷെ ഇപ്പം അങ്ങനെ ഇടയ്ക്കൊന്ന് ഇടാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. ഇട്ടിങ്ങനെ റെഡിയാക്കി കൊണ്ടുവരലുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, ഇങ്ങനെ ഇട്ടിട്ട് കാണാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഞാനിടുമ്പോൾ എന്തോ ഒരു എനിക്കൊരു ഇതില്ലാത്ത പോലെ തോന്നും. അപ്പം അങ്ങനെ ഇപ്പോൾ ഇടയ്ക്കൊന്ന് ഇടലുണ്ട് എന്ന് പറഞ്ഞു വന്നതാണ് കേട്ടോ. അപ്പം എനിക്കങ്ങനെ കുറേ പർദ്ദേൻ്റെ കളക്ഷനും ഇല്ല കേട്ടോ. ഞാൻ ഉംറക്ക് പോകുമ്പോൾ വാങ്ങിച്ച 1-2 പർദ്ദ അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കുറേ കളക്ഷൻസ് ഒന്നും പർദ്ദയിൽ എനിക്കില്ല. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ച് 2-3 പർദ്ദ ഇതൊക്കെ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി എനിക്ക് ഇടാൻ. കാരണം ഇടാത്തതുകൊണ്ട് ഞാനതിൽ അങ്ങനെ അങ്ങ് വാങ്ങിക്കലില്ല. കുറേയൊന്നും വാങ്ങിച്ച് വെക്കലില്ല കേട്ടോ. അപ്പോൾ ഇതാ 2 പർദ്ദയും അതുപോലെ തന്നെ അതിലേക്കുള്ള ആ ഒരു ഹിജാബും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ. നല്ല കല്യാണമാകുമ്പോൾ ഒരു എന്താ പറയുക, അത് സ്റ്റോൺ വെച്ചിട്ടുള്ള മഫ്തി ഉണ്ടാവില്ലോ. അപ്പോൾ അതാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. എന്നാൽ സിമ്പിളാണ്. എന്നാൽ നമ്മൾ കല്യാണത്തിനൊക്കെ സാധാ ഇടുന്നതിനേക്കാളും ഇടുന്നതിനൊരു വെറൈറ്റി ആയിട്ട് ഇടുമ്പോൾ നല്ലതല്ലേ. അപ്പോൾ അതിനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇന്നും ഇവരുണ്ട് കേട്ടോ. മുഹമ്മദും എടത്തിയും മോളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇനിയും നമ്മുടെ കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വ്ളോഗായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.